എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം. ഇന്ത്യയിൽ നിരവധി പെന്തക്കോസ്തൽ പ്രസ്ഥാനങ്ങളുണ്ട്. അതിൽ ഒരു പെന്തക്കോസ്ത് സഭയാണ് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. അതിനെ IPC എന്ന പേരിൽ നമ്മൾ അറിയപ്പെടും. IPC അതായത് ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭ. ഈ ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ എല്ലാ വർഷവും ജനുവരി മാസത്തിൽ കുമ്പനാട്, അതായത് തിരുവല്ലായ്ക്കടുത്ത് കുമ്പനാട് എന്ന സ്ഥലത്ത്, അവിടെ ഹെബ്രോൻപുരം എന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, അവിടെ ജനറൽ കൺവെൻഷൻ നടക്കും. അപ്പോൾ പെന്തക്കോസ്ത് സമൂഹത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും വലിയ കൺവെൻഷനാണ് ഈ കുമ്പനാട് നടക്കുന്ന ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭയുടെ കൺവെൻഷൻ. എന്നാൽ ചില നാളുകളായി ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭയ്ക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. കാരണം ഈ പ്രസ്ഥാനം ഇന്ത്യ മുഴുവൻ പടർന്നു പന്തലിച്ചു വ്യാപിച്ചു, ലോകം മുഴുവൻ വ്യാപിച്ചു. ഇതിൻ്റെ ജനറൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് പാസ്റ്റർ ഡോക്ടർ വത്സൻ എബ്രഹാമാണ്. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലാണ് ഈ സഭ ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഈ ഇന്ത്യ പെന്തക്കോസ്ത് ദൈവസഭയെ തുരങ്കം വയ്ക്കുവാൻ, അതായത് ഈ പ്രസ്ഥാനത്തെ മുച്ചോട് മുടിച്ച് ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്യാൻ അഹോരാത്രം പരിശ്രമിക്കുന്ന നിരവധി ആളുകളുണ്ട്. ഇപ്പം ഇന്ന് ഞാൻ മലയാളി പെന്തക്കോസ്റ്റൽ ഫ്രീ തിങ്കേഴ്സ് എന്ന് പറയുന്ന ഒരു ഫേസ്ബുക്ക് കൂട്ടായ്മയിൽ ഇപ്രകാരം ഒരു പോസ്റ്റർ കാണുവാനായിട്ടിടയായി തീർന്നു. വ്യാജ പ്രചരണത്തിന് ഷമീറും കള്ളൻ പ്രിൻസിനും പണം നൽകുന്നത് അമേരിക്കൻ ലോബിയോ, ചില നിർണായക വിവരങ്ങളുടൻ. അതായത് കേരളത്തിൽ അറിയപ്പെടുന്ന, അതായത് IPC സഭയുമായി ബന്ധപ്പെട്ട് അറിയപ്പെടുന്ന രണ്ട് പ്രമുഖ വ്യക്തികളാണ്. ഒന്ന് പാസ്റ്റർ പ്രിൻസ് നിലമ്പൂർ, മറ്റൊന്ന് പാസ്റ്റർ ഷമീർ കൊല്ലം. അപ്പോൾ ഈ പ്രിൻസ് നിലമ്പൂർ ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭയുടെ അസ്ഥിവേര് തോണ്ടണം, ഇത് മുച്ചോടം മുടിച്ച് ഈ പ്രസ്ഥാനത്തെ ഇല്ലായ്മ ചെയ്ത് ഈ പ്രസ്ഥാനത്തിൻ്റെ ശവക്കുഴി തോണ്ടണം എന്ന് ചിന്തിച്ചുകൊണ്ട് വളരെ നാളുകളായി ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭയ്ക്കെതിരെ വ്യാജ ആരോപണങ്ങൾ ഫേസ്ബുക്കിലും യൂട്യൂബിലും പരത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ ഇദ്ദേഹത്തെ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇദ്ദേഹത്തിന് പാസ്റ്റർ വത്സൻ എബ്രഹാമിനോട് തീരാത്ത ഒരു പകയാണ്. അതായത് ഒരു മൂർഖൻ പാമ്പിൻ്റെ പക എന്ന് പറഞ്ഞ പോലൊരു പകയാണ്. വത്സൻ പാസ്റ്ററെ ഇദ്ദേഹം വിളിക്കുന്നത് വഷളൻ പാസ്റ്റർ എന്നാണ്. അങ്ങനെ വിളിക്കാൻ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി എന്തെങ്കിലും വഷളത്തരം ഈ വത്സൻ പാസ്റ്റർ കാണിച്ചിട്ടുണ്ടോ എന്നെനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ പ്രിൻസ് നിലമ്പൂർ നിരന്തരമായി ഇദ്ദേഹത്തെ വഷളൻ പാസ്റ്റർ, വത്സൻ എന്നുള്ള പേരിന് വഷളൻ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അദ്ദേഹം ഒരു IPC-കാരനാണ്. അതായത് IPC-യുടെ ജനറൽ പ്രസിഡന്റിനെ ഇദ്ദേഹം വിളിക്കുന്ന വഷളൻ എന്നാണ്. ഇവർ തമ്മിലുള്ള ആഭ്യന്തര കലഹം എന്താണ് ഇവർ തമ്മിലുള്ള പ്രശ്നം എന്ന് എനിക്കറിയില്ല. എങ്കിലും ഏതാണ്ട് ഒരു 2 വർഷത്തിൽ കൂടുതലായി, 3 വർഷമായി ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ഞാൻ ഫോളോ ചെയ്യുന്നത് കൊണ്ട് എനിക്ക് വളരെ കൃത്യമായി പറയാൻ കഴിയും, ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭയുടെ അസ്ഥിവേര് തോണ്ടാൻ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഈ പ്രിൻസ് നിലമ്പൂർ എന്ന് പറയുന്ന വ്യക്തി. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ മറ്റു കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പക്ഷേ എന്നെ വളരെ ചിന്തിപ്പിച്ച ഒരു കാര്യം, ഇന്ത്യ പെന്തക്കോസ്തൽ ദൈവസഭയുടെ ജനറൽ കൺവെൻഷൻ നടക്കുകയാണ്. ആ ജനറൽ കൺവെൻഷൻ നടക്കുമ്പോൾ അവിടെയുള്ള
ഓരോ ന്യൂനതകളെ കണ്ടെത്തി അത് അപ്പോഴപ്പോൾ തന്നെ ഈ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്ത് പെന്തക്കോസ്തൽ സമൂഹത്തെ അവഹേളിക്കുകയാണ് ഈ വ്യക്തി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഈ പാസ്റ്റർ ഷമീർ കൊല്ലവും ചേർന്നിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. പാസ്റ്റർ ഷമീർ കൊല്ലത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. എന്നാൽ ഷമീർ കൊല്ലം എന്തുകൊണ്ട് ഈ പ്രിൻസിനോട് ചേർന്നു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്തായാലും പാസ്റ്റർ ഷമീർ കൊല്ലവും പാസ്റ്റർ പ്രിൻസും രണ്ടുപേരും പാസ്റ്റർമാരാണ് എന്നാണ് അവകാശപ്പെടുന്നത്. എന്നാൽ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്ന പരിപാടി ഒരു വലിയ പ്രസ്ഥാനത്തിൻ്റെ അസ്ഥിവേര് തോണ്ടുന്ന ഒരു പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതെന്തിനാണ് ഇവർ ചെയ്യുന്നത്? അധികാരമോഹമാണോ അതോ പണത്തിൻ്റെ മോഹമാണോ? അപ്പോൾ ഇത് ഞാൻ പറയുമ്പോൾ വളരെ നിഷ്പക്ഷമായിട്ടാണ് പറയുന്നത്, വളരെ ചിന്തിച്ച് തന്നെയാണ് പറയുന്നത്. പാസ്റ്റർ ഷമീർ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായി ബുദ്ധിമുട്ട് ഉണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ഈ പാസ്റ്റർ ഷമീർ കൊല്ലത്തിന് അർഹിക്കുന്നതിനേക്കാൾ കൂടുതൽ സ്വാതന്ത്ര്യവും പരിഗണനയും പെന്തക്കോസ്ത് സമൂഹം കൊടുത്തു. അതുകൊണ്ട് തന്നെ പാസ്റ്റർ ഷമീർ കൊല്ലത്തെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികപരമായും എല്ലാ രീതിയിലും അദ്ദേഹത്തിന് വളർച്ചയുണ്ട്. സ്വന്തമായി വീടുണ്ട്, കാറുണ്ട്, സൗകര്യങ്ങളെല്ലാം ഉണ്ട്. എന്ന് പറഞ്ഞാൽ നാടൻ ഭാഷയെ പറഞ്ഞാൽ ഒരു കോടീശ്വരനാണ്. ഞാൻ പൊതുവേ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന ആളുകൾ ഒരു പരിധി കൂടുതൽ അവരെക്കുറിച്ച് പറയാറില്ല. കാരണം അവരെയൊക്കെ നമ്മൾ സപ്പോർട്ട് ചെയ്യേണ്ടവരാണ്. കാരണം മറ്റൊരു മതത്തെ വിട്ട് ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചവരെ കുറിച്ച് നമ്മൾ വളരെ ആലോചിച്ച് മാത്രമേ സംസാരിക്കാവുള്ളൂ. പക്ഷേ ഈ പ്രിൻസ് നിലമ്പൂർ എന്ന വ്യക്തിയോട് കൂടെ ചേർന്നു ഈ ഷമീർ കൊല്ലം എന്ന് കേൾക്കുമ്പോൾ ഇത് ദൈവികമാണോ എന്നുള്ളതിനെക്കുറിച്ച് ഒന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇതിൻ്റെ അകത്ത് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ് പറയുന്നത്: IPCയുടെ ജനറൽ കൺവെൻഷൻ ആരംഭിക്കുന്നതിന് 2 ദിവസം മുൻപേ ഷമീർ കൊല്ലം ഒരു പോസ്റ്റ് പ്രചരിപ്പിച്ചു. ബംഗാളികളാണ് കേൾവിക്കാരിൽ അധികം. അപ്പം ഇതിൻ്റെ അകത്ത് വളരെ വ്യക്തമായി എഴുതിയിട്ടുണ്ട്, ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നും കുമ്പനാട് കൺവെൻഷന് വേണ്ടി ആളുകൾ വന്നിട്ടുണ്ട്. കേരളത്തിൽ നമ്മൾ ആളുകളെ ബംഗാളികൾ എന്ന് വിളിക്കുമ്പോൾ, എന്ന് പറഞ്ഞാൽ അന്യ സംസ്ഥാന തൊഴിലാളികളെ വന്നവരെ ബംഗാളികൾ എന്ന് വിളിക്കുമ്പോൾ അവരെല്ലാവരും ബംഗാളികളല്ല. അവർ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരുണ്ട്, ബീഹാറിൽ നിന്നുള്ളവരുണ്ട്, ജാർഖണ്ഡിൽ നിന്നുള്ളവരുണ്ട്. ഇവരെല്ലാവരും നമ്മൾ കൂട്ടമായിട്ട് വിളിക്കുന്ന ബംഗാളികൾ എന്നാണ്. അപ്പോൾ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ച് മാമോദീസ മുങ്ങി, അതായത് സ്നാനപ്പെട്ട് പെന്തക്കോസ്ത് സഭയുടെ പാസ്റ്റർമാരാകുകയോ വിശ്വാസികളായി തീരുകയോ ചെയ്ത ഈ വ്യക്തികളെ ബംഗാളികൾ എന്ന് വിളിച്ച് ഈ 2 പാസ്റ്റർമാർ അപമാനിക്കുന്നത് ശരിയായൊരു നടപടിയാണോ? എന്ത് ക്രിസ്തീയ സ്നേഹമാണ് ഇവരുടെ ഉള്ളിലുള്ളത്? എന്ത് മാനസാന്തരമാണ് ഇവരുടെ ഉള്ളിൽ വന്നിട്ടുള്ളത്? അന്യസംസ്ഥാന വ്യക്തികൾ, അതായത് കേരളത്തിൽ നിന്ന് പുറത്തുള്ളവർ കുമ്പനാട് കൺവെൻഷന് വന്നിരുന്നത് കൊണ്ട് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അവരും ദൈവമക്കളല്ല, അവരും മനുഷ്യരല്ലേ? ചില പാരമ്പര്യ സുറിയാനി ക്രിസ്ത്യ സഭകൾ ദളിത് ക്രൈസ്തവരെ അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഇവർ മേൽജാതിക്കാരാണ്, അതായത് പ്രിൻസ് നിലമ്പൂരും ഷമീർ കൊല്ലവും മേൽജാതിക്കാരാണ് എന്ന് ചിന്തിച്ചുകൊണ്ട് ബംഗാളികളായിട്ടുള്ള ആളുകളെല്ലാം മറ്റു വിഭാഗത്തിൽപ്പെട്ടവരാണ് എന്ന് ചിന്തിച്ച് അവരെ അവഹേളിക്കുന്ന ഈ അവഹേളനം ശരിയായൊരു നടപടിയാണോ? അതൊന്ന്. പ്രിൻസ് നിലമ്പൂരിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട ആവശ്യമില്ല. കാരണം പ്രിൻസ് നിലമ്പൂരെ സംബന്ധിച്ച് ഇദ്ദേഹം ഒന്നും ഒരു ആത്മീയനൊന്നുമല്ല. ഈ പെന്തക്കോസ്ത് സമൂഹത്തിനോ ക്രിസ്തീയ സമൂഹത്തിനോ പ്രിൻസ് നിലമ്പൂർ എന്ന വ്യക്തിയെ കൊണ്ട് എന്തെങ്കിലും ഒരു ഗുണമുണ്ടായിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ താഴെ കമൻറ്റ് ചെയ്ത്. ഞാനൊക്കെ എത്ര വിമർശിച്ചെന്ന് പറഞ്ഞാലും രാവിലെയും വൈകുന്നേരം ബൈബിൾ ക്ലാസ് എങ്കിലും നടത്തുന്നുണ്ട്, അല്ലെങ്കിൽ 10 പാസ്റ്റർമാർ ഇൻ്റർവ്യൂ എങ്കിലും ചെയ്യുന്നുണ്ട്.
ഇവരൊക്കെ ഈ ഫേസ്ബുക്കിലിരുന്ന്, ഈ പ്രിൻസ് നിലമ്പൂരിനെ പോലുള്ള ആളുകൾ ഈ ഫേസ്ബുക്കിലിരുന്ന് രായിക്ക് രാമാനും ഈ IPC സഭയെ വത്സൻ എബ്രഹാം പാസ്റ്ററേയും മറ്റുള്ളവരും നിരന്തരം ടോർച്ചർ ചെയ്യുകയും കുറ്റം പറയുകയും IPC എന്ന പ്രസ്ഥാനം മുച്ചോട് മുടിച്ച് നശിപ്പിച്ച് ഇതിൻ്റെ അസ്ഥിവാരം തോണ്ടണം എന്ന് ചിന്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ മാത്രമേ ഇവർക്കുള്ളൂ. എന്നാൽ ഇവരുടെ കൂടെ കുറേ ആളുകൾ കൂടിയിട്ടുണ്ട്. മനസ്സിലായോ? ഇവരുടെ വീഡിയോയുടെ താഴെ കുറേ കമൻറ്റുകൾ എഴുതുന്ന ആളുകളുണ്ട്. എല്ലാം ഒരു വക അലബലാദികളാണ്. പച്ച മലയാളത്തിൽ പറഞ്ഞ മാനസാന്തരപ്പെട്ടവരോ രക്ഷിക്കപ്പെട്ടവരല്ല, നാടൻ ഭാഷയെ പറഞ്ഞ ഒരു ഉളുപ്പും നാണമില്ലാത്ത കുറേ എണ്ണങ്ങൾ ഇങ്ങേരുടെ താഴെ ഇരുന്ന് കമൻറ്റ് എഴുതുന്നുണ്ട്. ശരിക്കും ഇത് എന്ത് സമീപനമാണ്? എൻ്റെ ഒരു ചോദ്യം, ഒരു മനുഷ്യന് മറ്റൊരുത്തനോടൊരു വൈരാഗ്യം തോന്നിയാൽ ആ വൈരാഗ്യത്തിനൊരു അവസാനമില്ലേ? ഒരറുതിയില്ലേ? ഒരന്ത്യമില്ലേ? ഇത് 3-4 വർഷമായി നിരന്തരം വത്സൻ എബ്രഹാം പാസ്റ്ററേയും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനെതിരെയും അവിഖ്യാതികൾ പറഞ്ഞു പരത്തി നിരന്തരം ഇങ്ങോട്ട് പോകുമ്പോൾ ഇത് ഏത് ദൈവീകതയാണ് ഇതിൻ്റെ അകത്തുള്ളത്? അല്ലേ? നമ്മളെ ക്ഷമിക്കാനും സഹിക്കാനും മറക്കാനും പഠിപ്പിക്കുന്ന ഒരു ഗ്രന്ഥവും അങ്ങനെ ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ എന്തിനാണ് ഈ പാമ്പിൻ്റെ പക, ഈ പൈശാചികത എന്തിനാണ്? ഷമീർ കൊല്ലം പാസ്റ്ററും ഇദ്ദേഹത്തിൻ്റെ കൂടെ കൂടി എന്ന് കഴിഞ്ഞ ദിവസം IPCയുടെ ലെറ്റർ പാഡിൽ, കേരള സ്റ്റേറ്റിൻ്റെ ലെറ്റർ പാഡിൽ വളരെ കൃത്യമായി എഴുതി വിട്ടിട്ടുണ്ട്, ഷമീർ കൊല്ലം എന്ന് പറയുന്ന വ്യക്തി ഞങ്ങളുടെ പാസ്റ്റർ അല്ല. വേണ്ട, IPC തള്ളിക്കളഞ്ഞു. IPC തള്ളിക്കളഞ്ഞോടത്ത് പിന്നെ എന്തിനാണ് അവരുടെ കാര്യം നോക്കാൻ പോകുന്നത്? ഇത് നമ്മൾ വളരെ കാര്യമായി ചിന്തിക്കണം. ഒരു പ്രസ്ഥാനം ഉണ്ടാക്കിക്കൊണ്ട് വരാൻ എത്ര വലിയ കഷ്ടപ്പാടുണ്ട്. ഇനി ഈ ഹല്ലേലൂയ സാങ്കുട്ടി, ഈ IPCയുടെ ഒരു ശത്രുവാണ് ഇദ്ദേഹം നിരന്തരമായി ഇദ്ദേഹത്തിൻ്റെ പത്രത്തിലും ഇദ്ദേഹത്തിൻ്റെ വീഡിയോയിലും ഈ IPCയെക്കുറിച്ച് എഴുതി എന്ത് ചെയ്തു? ഈ പ്രസ്ഥാനത്തെ മുച്ചോടെ മുടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. എന്താണ് കാരണം? അധികാരമോഹം. ഇവരെ പിടിച്ചൊരു സെൻട്രൽ പാസ്റ്ററോ അല്ലെങ്കിൽ സോണൽ പ്രോസ്പിറ്ററോ അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് കമ്മിറ്റി അംഗമോ ആക്കിയാൽ ഈ പ്രശ്നം തീർന്നു. അതോടുകൂടി പ്രശ്നം തീർന്നു. പക്ഷേ ഇവരൊരിക്കലും സെൻട്രൽ പാസ്റ്ററും ആകുന്നില്ല, സ്റ്റേറ്റ് കമ്മിറ്റി മെമ്പറും ആകുന്നില്ല, നേതാക്കന്മാരാകുന്നില്ല. അതുകൊണ്ട് പിന്നെയും ഈ അധികാരമോഹം വെച്ച് ഇതിൻ്റെ അധികർ എന്താണ്? ഇതിലൂടെ ലഭിക്കുന്ന പണത്തിൻ്റെ ഒരു ഒഴുക്ക് ആത്മീയതയാണോ? സുഹൃത്തെ, ബൈബിൾ പഠിപ്പിക്കണമെങ്കിൽ, പ്രസംഗിക്കണമെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ യൂട്യൂബിൽ എല്ലാ ദിവസവും രാവിലെയും വൈകുന്നേരം ഇരുന്ന് ബൈബിൾ ക്ലാസ് പഠിപ്പിക്കുന്നുണ്ട്. ഒരു സ്റ്റേജിൻ്റെ ആവശ്യം ഇവിടെയില്ല. പക്ഷേ അധികാരമോഹം തലയ്ക്ക് പിടിച്ച് ഭ്രാന്തായി ഒരു പ്രസ്ഥാനത്തെ നിരന്തരം അവഹേളിക്കുന്ന ഒരു സമീപനം, ഇത് എന്ത് നീതിയാണ്, എന്ത് ന്യായമാണ്? ഇതുകൊണ്ടോ ബംഗാളികളാണ് കേൾവിക്കാരിൽ അധികവും. എന്നാൽ സഭയുടെ വിവിധ സംസ്ഥാനങ്ങളിലെ പ്രതിനിധികളെല്ലാം എല്ലാ വർഷങ്ങളിലും കുമ്പനാട് കൺവെൻഷൻ വരാറുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ ശുശ്രൂഷ ചെയ്യുന്ന അനേകം സുവിശേഷകരെയും വിശ്വാസികളെയും ഷമീർ കൊല്ലം ബംഗാളികൾ എന്ന് വിളിച്ച് അവഹേളിക്കുകയാണ്, ആക്ഷേപിക്കുകയാണ്. നല്ല ചോദിക്കുക. അതിനുശേഷം എഴുതിയിരിക്കുകയാണ്, ഇവിടെ ഒരു പടം കൊടുത്തിട്ടുണ്ട്, അതേ പടം നോക്ക്. ഈ ചിത്രത്തിൽ കാണുന്ന ഈ 2 പേർക്കും ഈ വ്യാജ പ്രചരണത്തിനായി സാമ്പത്തിക സഹായം ഉൾപ്പെടെ ചെയ്തു കൊടുത്ത് സന്തോഷിപ്പിക്കുന്ന ചില ആളുകളുണ്ട്. അതായത് ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയെ തകർക്കുവാൻ വേണ്ടി ഈ പ്രിൻസ് നിലമ്പൂരിനെയും പാസ്റ്റർ ഷമീർ കൊല്ലത്തെയും മുൻപിൽ നിർത്തിക്കൊണ്ട് പുറകിൽ നിന്ന് ഫണ്ടിങ് ചെയ്യുന്ന ആളുകളുണ്ട് എന്നിൻ്റെ അത് എഴുതിയേക്കുക. എന്തു പെന്തക്കോസ്താന്നൊന്ന് ആലോചിച്ച് നോക്കിയേ. ഒരു പ്രസ്ഥാനത്തെ നടത്താൻ, നശിപ്പിക്കാൻ മറ്റ് ചില ആളുകളിൽ നിന്ന് കാശ് വാങ്ങിച്ച് ഇവരെ നശിപ്പിക്കുക. എല്ലാവരെയും പിടിച്ച് സെൻട്രൽ പാസ്റ്ററാക്കാൻ പറ്റുമോ? അപ്പോൾ എല്ലാവർക്കും അധികാരം വേണം. പെന്തക്കോസ്ത് പ്രസ്ഥാനം ഇത്രയും നശിച്ച് നാരായണക്കല്ല് പിടിക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇത്തരം അവസരവാദികളും അധികാരമോഹികളും ജഡീകന്മാരും ധാർഷ്ട്യക്കാരും പൈശാചികന്മാരും
അനാത്മികന്മാരും കള്ളന്മാരും കൊള്ളക്കാരും വ്യഭിചാരികളും പിടിച്ചുപറിക്കാരും മോഷ്ടാക്കളും എല്ലാം ഇതിൻ്റെ അകത്ത് കയറിയതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതുപോലെയുള്ള ഈ അലബലാദികളെല്ലാം കൂടെ കയറി ഈ പ്രസ്ഥാനത്തിൻ്റെ അകത്ത് കയറി ഈ പെന്തക്കോസ് എന്ന് പറയുന്ന പ്രസ്ഥാനത്തെ മുച്ചോടം മുടിച്ച് നശിപ്പിക്കുകയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയേ. അപ്പം ഇതിന് നമ്മൾ എന്താണ്, ഇത് താഴെ കുറെ കമൻറ്റ് ചെയ്തിട്ടുണ്ട്, അതുകൂടെ ഒന്ന് വായിച്ച് കേൾപ്പിക്കാം. ഇത് ഈ മലയാളി പെന്തക്കോസ് പ്രീ തിങ്കേഴ്സ് ഇവർ പറയുന്നത് ഈ വിദേശ ശക്തികൾ ഇന്ത്യ പെന്തക്കോസ് ദൈവസഭയെ നശിപ്പിക്കാൻ വേണ്ടി 2 പേരെ വാടകയ്ക്കെടുത്തിരിക്കുന്നു. ആ 2 പേരെ വെച്ചുകൊണ്ട് ഈ പ്രസ്ഥാനത്തെ നിരന്തരം ഫേസ്ബുക്കിലൂടെയും യൂട്യൂബിലൂടെയും അപമാനിച്ചു കൊണ്ടിരിക്കുകയാണ് ഇവന്മാർ ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ഉളുപ്പും നാണവും വേണ്ടേ? ഷമീർ കൊല്ലത്തിൻ്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തെ ഒരു അന്യമതത്തിൽ നിന്ന് വന്ന വ്യക്തിയായതുകൊണ്ട് പുള്ളീനെ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഈ പ്രിൻസ് നിലമ്പൂർ പോലുള്ള ഇവരൊക്കെ എന്തെങ്കിലും ഒരു ഉളുപ്പും നാണവും വേണ്ടേ? കണ്ടോ ഒരാൾ ഇതൊക്കെ എന്തായാലും കാര്യം വളരെ മോശമാണ്. വടക്കേ ഇന്ത്യ മിഷൻ ഇവരെല്ലാം വടക്കേ ഇന്ത്യയുടെ പേരും പറഞ്ഞുകൊണ്ടാണ് കാശ് വിഴുങ്ങുന്നത്. എന്നിട്ട് ഇവിടെ ആർക്കെങ്കിലും എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒന്നും കൊടുക്കുന്നില്ല. വടക്കേ ഇന്ത്യ എന്ന് പറഞ്ഞുകൊണ്ട് കാശ് മേടിച്ച് മൂക്കുമുട്ട തീറ്റയും കഴിഞ്ഞിട്ട് വടക്കേ ഇന്ത്യയിൽ നിന്ന് വരുന്ന ദൈവദാസന്മാരെ ബംഗാളികൾ എന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു. പച്ച മലയാളത്തിൽ പറഞ്ഞാൽ ഇവന്റെയൊക്കെ ചെപ്പക്കുറ്റി നോക്കി അടിവെച്ച് കൊടുക്കണ്ടേ? ന്യായമായിട്ട് പറഞ്ഞാൽ ഈ വടക്കേ ഇന്ത്യയുടെ പേരും പറഞ്ഞ് കാശ് മേടിച്ച് മൂക്കുമുട്ട തീറ്റയും കഴിഞ്ഞിട്ട് അവരെ ബംഗാളികൾ എന്ന് വിളിച്ച് ആക്ഷേപിക്കുന്നവനെയൊക്കെ എന്ത് ചെയ്യണം? വർഷങ്ങളായി കോട്ടയത്തുള്ള ഒരു വടക്കേ ഇന്ത്യയിൽ ശക്തമായി പ്രവർത്തിക്കുന്ന ഒരു ദൈവദാസൻ കഴിഞ്ഞ ചില വർഷങ്ങളായി 50-60 ശുശ്രൂഷകന്മാരുമായിട്ടാണ് നാട്ടിൽ വരുന്നത്. കൺവെൻഷൻ കഴിഞ്ഞ് ചില ആഴ്ചകളൊക്കെ പല സഭകളിലും അവർ പങ്കെടുത്തതിന് ശേഷമാണ് തിരിച്ചു പോകുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ദൈവദാസന്മാരെ ബംഗാളികൾ എന്ന് വിളിച്ച് അപമാനിക്കുകയാണ്. കണ്ടോ? അപ്പം ഒരുപാട് കമൻറ്റുകളുള്ളപ്പോൾ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഇത് ഇച്ചിരി അധികമാണ്. നിരന്തരമായി ഈ ഇന്ത്യ പെന്തക്കോസ്റ്റൽ ദൈവസഭയ്ക്കെതിരെയുള്ള അവഹേളനം ഇവരിങ്ങനെ നിരന്തരമായി തുറന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഇതിൻ്റെ ഉദ്ദേശം? ഇതിൻ്റെ പിന്നിൽ ആരാണ് പ്രവർത്തിക്കുന്നത്? ആരാണ് ഇവർക്ക് ഫണ്ടിങ് ചെയ്യുന്നത്? പൈസയ്ക്ക് വേണ്ടിയാണോ? അധികാരത്തിന് വേണ്ടിയാണോ? എന്താണ് ഇവർ ലക്ഷ്യം വെക്കുന്നത്? ഒരു കൺവെൻഷൻ അത് സംഘടിപ്പിച്ച് അത് നടത്തുന്നുള്ള ബുദ്ധിമുട്ട് ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. പക്ഷേ അവിടെ ആളൊടിഞ്ഞ സീറ്റിൽ പോയി പമ്മിയിരുന്നിട്ട് അവിടുന്ന് ഫോട്ടോ എടുക്കും, എന്നിട്ട് അത് ഫേസ്ബുക്കിലിടും. ഇതുകൊണ്ട് തന്നെ ഈ പെന്തക്കോസ് സമൂഹത്തിലേക്ക് വരാൻ ആളുകൾ ഇഷ്ടപ്പെടുന്നില്ല. കാരണം എന്താ? ഇതുപോലെയുള്ള മാനസാന്തരപ്പെടാത്തവർ, ഒരു യാതൊരുവിധ ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളുകയില്ലാത്ത കുറേ ആളുകൾ ഇതിൻ്റെ അകത്ത് കയറി അടയിരിക്കുകയാണ്. എന്നിട്ട് നിരന്തരം അവഹേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ആരാണ് ഈ പ്രസ്ഥാനത്തിലേക്ക് വരുന്നത്? അതുകൊണ്ട് ഇത്തരം അവസരവാദികളെ തിരിച്ചറിയാൻ നമ്മൾ തരണം. വളരെ അധികം ചിന്തിച്ചായത് പറഞ്ഞു. ഇത്തരം അവസരവാദികളെ നമ്മൾ തിരിച്ചറിയണം. ഇതൊക്കെ കാണിക്കുന്നത് ശുദ്ധ മോശമായ പരിപാടിയാണ്. ഇതിങ്ങനെ നിരന്തരം ഒരു സഭയെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം ഇത് തന്നെ പരിപാടി. ഇതെന്തൊരു നാണം കെട്ട പരിപാടിയാണ്. മിസ്റ്റർ പ്രിൻസ്, പകയ്ക്കും ഒരു പരിധിയുണ്ട്. പാസ്റ്റർ ഷമീർ, ഒരു മനുഷ്യനോടുള്ള പകയ്ക്ക് ഒരു അതിരുണ്ട്, അതിനൊരു ലിമിറ്റുണ്ട്. ഒരു ലിമിറ്റിൽ കൂടുതൽ പകയും വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നത് ശരിയായൊരു നടപടിയല്ല. നിരന്തരമായി ഒരാൾക്കെതിരെ ഒരു സമൂഹത്തിനെതിരെയും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഇങ്ങനെ പാമ്പിൻ്റെ പക പോലെ, മൂർഖൻ പാമ്പിൻ്റെ പക പോലെ ഇങ്ങനെ പക വെച്ചുകൊണ്ട് കത്തിച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളൊക്കെ നയിക്കുന്ന സമൂഹം ഇപ്പം ഇങ്ങനെ എങ്ങനെ കുണം പിടിക്കും? കണ്ണ് എന്നാൽ കണ്ണിൻ്റെ കൂടെ ചേരുവുള്ളൂ. അത് ആദ്യം മനസ്സിലാക്കണം. അതുകൊണ്ട് ഈ പരിപാടിയൊക്കെ നിങ്ങൾ നിർത്തി നിങ്ങളൊന്ന് മാനസാന്തരപ്പെടുക. അതാണ് എനിക്ക് നിങ്ങളോട് പറയാറുള്ളത്. നിങ്ങളൊന്നും ഒരു ആത്മീകരൊന്നുമല്ല. നിങ്ങളൊക്കെ
ആത്മീകരുടെ വേഷം കെട്ടി നടക്കുകയാണ് ശരിക്കും പറഞ്ഞ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എന്ത് ആത്മീകത? ഇവരുടെയൊക്കെ സുവിശേഷം, ഇവരുടെയൊക്കെ സന്ദേശം ആര് കേൾക്കും? ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇവരുടെയൊക്കെ സുവിശേഷമോ പ്രസംഗമോ എല്ലാം കേട്ട് മാനസാന്തരപ്പെടുവോ? എന്തായാലും ഇവരൊക്കെ കുണം പിടിച്ചാൽ ഇവർക്ക് കൊള്ളാം. അതുകൊണ്ട് ഇതൊക്കെ ഇച്ചിരി അക്രമമാണ്. ഇതൊക്കെ നിർത്തുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതങ്ങൾ നിങ്ങൾ തന്നെ അനുഭവിക്കേണ്ടി വരും എന്നാണ് എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് പറയാനായിട്ടുള്ളത്.